ലൈസൻസ് ഉൾപ്പെടെ നിയമാനുസൃത രേഖകളോടെ വ്യാപാരം ചെയ്തുവരുന്ന സ്ഥിരം വ്യാപാരികളെ കഷ്ടത്തിലാക്കുന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉദിനൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. നടക്കാവ് വ്യാപാര ഭവനിലായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉദിനൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടന്നത്. ലൈസൻസ് ഉൾപ്പെടെ നിയമാനുസൃത രേഖകളോടെ വ്യാപാരം ചെയ്തുവരുന്ന സ്ഥിരം വ്യാപാരികളെ കഷ്ടത്തിലാക്കുന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്ന് യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. വിവിധ പഞ്ചായത്തുകളിലെ വാഹനയാത്രക്കാരെ കുരുക്കിയിടുന്ന ഉദിനൂർ റെയിൽവേ ഗേറ്റിലെ മേൽപ്പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ യോഗം ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ വ്യാപാര സമിതി സംഘടന ഇന്ന് കേരളത്തിൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഭീഷണി തന്നെ എന്താണ്? വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം. അതുമൂലം ചെറുകിട വ്യാപാര മേഖല തകർന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ അനധികൃത വഴിവാണിഭ കച്ചവടം. ചെറുകിട വ്യാപാരികളെ വലിയ തോതിൽ ഭീഷണി നേരിടുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഓൺലൈൻ കുത്തക കമ്പനികൾ, വൻകിട കുത്തക കമ്പനികളുടെ ഓൺലൈൻ വ്യാപാരവും ഈ അനധികൃത വഴിയോര കച്ചവടം. ഈ രണ്ട് ഇവരുടെ ഈ ഓൺലൈൻ കുത്തക കമ്പനിയുടെ കടന്നുകയറ്റം മൂലവും വഴിവാണിഭ കച്ചവട അനധികൃത കച്ചവടം മൂലം ചെറുകിട വ്യാപാര മേഖല അനുദിനം തകർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ പോരാട്ടവുമായി സംസ്ഥാന കമ്മിറ്റിയും അഖിലേന്ത്യാ കമ്മിറ്റിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദിനൂർ യൂണിറ്റ് പ്രസിഡന്റ് എം നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി CJ സജി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PP മുസ്തഫ, CH അബ്ദുൽ റഹീം, യൂണിറ്റ് സെക്രട്ടറി AG മുത്തലിബ്, ട്രഷറർ കല്ലത്ത് ജനാർദ്ദനൻ, വൈസ് പ്രസിഡന്റ് രമേശൻ ആനിക്കാടി, ജോയിന്റ് സെക്രട്ടറി റോയ് ആൽദോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.